അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കുറച്ചു പേരുടെ സക്സസ് സ്റ്റോറികൾ നമുക്ക് ഈ വീഡിയോയിൽ വായിക്കാം. അതിനു മുന്നേ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടി മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് അള്ളാഹു സൂറത്തുൽ ഫജ്റിലൂടെ പ്രത്യേകം എടുത്തു പറഞ്ഞ 10 രാത്രികളാണ് നമ്മുടെ മുന്നിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുൽഹജ്ജിലെ ആദ്യ 10 ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ സംശുദ്ധവും പ്രതിഫലാർഹവുമായ മറ്റൊരു കർമ്മങ്ങളുമില്ല എന്ന്. റമളാൻ മാസത്തിലെ അവസാനത്തെ 10 പകലുകളെക്കാൾ ശ്രേഷ്ഠകരമാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലെ പകലുകളെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് കാണാം. ഒരുപാട് പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ഈ 10 ദിവസങ്ങൾക്കുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അള്ളാഹുവോടുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അധികം ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ദുൽഹജ്ജിലെ ഓരോ ദിവസങ്ങളിലും ഉള്ള പ്രത്യേകതകൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിന് പുറത്തു കൊടുത്ത ദിവസം ദുൽഹജ്ജ് ആദ്യ ദിവസമായിരുന്നു. 2-ാം ദിവസം യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകി മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തി. 3-ാം ദിവസം സന്താന സൗഭാഗ്യം ആഗ്രഹിച്ചുകൊണ്ടുള്ള സക്കരിയ നബിയുടെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകി. ഇങ്ങനെ ദുൽഹജ്ജ് 9-ന് ഏറ്റവും പ്രധാനപ്പെട്ട അറഫാ ദിനവും ദുൽഹജ്ജ് 10-ന് പെരുന്നാൾ ദിവസവും എല്ലാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ഏറ്റവും പ്രതീക്ഷയുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നത്. നിങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ അള്ളാഹുവോട് ധാരാളം ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടൊക്കെ ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലുക. വീഡിയോയുടെ അവസാനം ഞാനൊരു ദുആ കൊടുത്തിട്ടുണ്ട്. മക്കളുണ്ടാവാൻ വേണ്ടി ഓരോ നിസ്കാര ശേഷവും ആ ദുആ വർദ്ധിപ്പിക്കുക. ദുൽഹജ്ജിലെ ആദ്യ 10 ദിവസങ്ങൾക്ക് വലിയ പ്രാധാന്യം നിങ്ങൾ കൊടുക്കുക. നോമ്പെടുക്കാൻ കഴിയുന്നവർ നോമ്പെടുക്കുക, ധാരാളം ഖുർആൻ ഓതുക. വിശുദ്ധ റമളാനിനെ നാം എങ്ങനെ കാണുന്നുവോ അതേപോലെ പവിത്രതയോടുകൂടി ഈ ദിവസങ്ങളെ കാണാനും ഈ ദിവസങ്ങളിൽ ആരാധനകളും പ്രാർത്ഥനകളും വർദ്ധിപ്പിക്കാനും നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം ഗർഭധാരണം എന്ന നിങ്ങളുടെ ലക്ഷ്യം സഫലമാകാൻ വേണ്ടിയും ദുആ ചെയ്യുക. സ്വന്തം കാര്യം മാത്രം ദുആ ചെയ്താൽ പോരാ. നമ്മുടെ ചാനലിലും ഗ്രൂപ്പിലുമുള്ള മുഴുവൻ പേർക്കും വേണ്ടി, പ്രത്യേകിച്ച് ഒരുപാട് അമുസ്ലിം സഹോദരിമാരുണ്ട്, അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക. പലരും ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞത് കമന്റുകളിൽ നിങ്ങൾക്കൊക്കെ കാണാൻ കഴിയും. മഞ്ജു ഹരി എന്ന ഒരു സഹോദരി 21 കൊല്ലത്തിന് ശേഷം ഗർഭിണിയായ വിവരം കമന്റിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല, അടുത്ത സ്കാനിങ്ങിൽ നോക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവരൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് നമ്മിൽ നിന്നും അത് കിട്ടുമെന്ന് കരുതിയാണ്. അതുകൊണ്ട് എല്ലാവരെയും നിങ്ങളെ ദുആയിൽ മറക്കാതിരിക്കുക. കുറച്ച് പോസിറ്റീവ് കമന്റുകൾ ഞാൻ വളരെ വേഗത്തിൽ വായിക്കാം. ആദ്യ കമന്റ് അജ്മി അമീർ എന്ന ഐഡിയിൽ നിന്നും, ഇക്ക അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാ. ഇക്ക ഞാനും പ്രഗ്നന്റായി. കല്യാണം കഴിഞ്ഞിട്ട് 7 മാസം. എന്റെ പീരിയഡ് ഇറഗുലർ ആയിരുന്നു. ഇക്കയുടെ ചാനൽ ഞാൻ ഫോളോ ചെയ്തിട്ട് 3 മാസമായി. അന്ന് തൊട്ട് ഇക്ക പറയുന്ന കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്തു. 2 മാസം കൊണ്ട് എന്റെ പീരിയഡ് റെഗുലർ ആയി. പിന്നീട് പീരിയഡിന് ശേഷം 6 ദിവസം ഞാൻ ഗ്രാമ്പു വെള്ളം കുടിച്ചു. അള്ളാഹുവിനോട് ഞാൻ ഇബ്രാഹിമിയ സ്വലാത്തും സൂറത്തുൽ കൗസർ സ്ഥിരമോദി ദുആ ചെയ്തു. അൽഹംദുലില്ലാ, റബ്ബിന്റെ വിളി കേട്ടു. അങ്ങനെ റബ്ബ് എന്റെ വിളി കേട്ടു. അങ്ങനെ ഇക്ക ഞങ്ങൾ ഉമ്മയും ഉപ്പയും ആവാൻ പോകുന്നു. യാതൊരുവിധ കുഴപ്പവും ഇല്ലാതെ ആരോഗ്യമുള്ള സോലിയായ കുഞ്ഞുണ്ടാകാൻ ഇക്ക ദുആ ചെയ്യണം. ഇക്കാക്കും കുടുംബത്തിനും അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ. മക്കളില്ലാത്ത എല്ലാവർക്കും അള്ളാഹു വേഗം തന്നെ ഒരു സന്താനത്തെ നൽകട്ടെ, ആമീൻ. അടുത്ത കമന്റ് അമ്മു മോൾ എന്ന ഐഡിയിൽ നിന്നും, അൽഹംദുലില്ലാ ഇക്ക, എനിക്കും പോസിറ്റീവായി. ഞാൻ ഈ ചാനൽ 5 മാസമായി ഫോളോ ചെയ്യുന്നു. ഇക്കാനോട് ഒരുപാട് താങ്ക്സ്. ഞാൻ ചെയ്ത ടിപ്സുകൾ ഉണക്കമുന്തിരി ഇട്ട വെള്ളം കുടിച്ചു, ഗ്രാമ്പു വെള്ളവും വെറും വയറ്റിൽ കുടിച്ചു, പിന്നെ ത്രിഫല ചൂർണം കുടിച്ചു. 5 മാസം ഇത് ഫോളോ ചെയ്തു, റിസൾട്ട് കിട്ടി. അൽഹംദുലില്ലാ. എല്ലാവരും ഈ ചാനൽ ഉറപ്പായും ഫോളോ ചെയ്തോളൂ, റിസൾട്ട് ഉറപ്പാണ്. അടുത്ത കമന്റ് ക്രേസി ഫാസി എന്ന ഐഡിയിൽ നിന്നും, അൽഹംദുലില്ലാ ഞാനും ഗർഭിണിയായി. 2 വർഷമായി മാരേജ് കഴിഞ്ഞിട്ട്. ആദ്യം ഒന്ന് അബോർഷൻ ആയതാണ്. PCOD ഉണ്ടായിരുന്നു. ഞാനും ഇക്കാന്റെ ടിപ്സുകളൊക്കെ പറ്റുന്നത് പോലെ ഫോളോ ചെയ്തിരുന്നു. ഈ മാസം ഫോളിക്കുലാർ സ്റ്റഡിയിൽ ഇഞ്ചക്ഷൻ വെച്ചിട്ട് മണ്ടം പൊട്ടിയില്ലായിരുന്നു. ഗ്രാമ്പു വെള്ളം ആ ടൈമിലൊക്കെ കുടിച്ചിരുന്നു. ഓവുലേഷന്റെ മുന്നേയുള്ള ദിവസങ്ങളിൽ ഷുഗർ കംപ്ലീറ്റ് ഒഴിവാക്കി. ബേക്കറി, മൈദ ഫുഡ് എല്ലാം ഒഴിവാക്കി. പറ്റുന്നത്ര വെജിറ്റബിൾസ്, ഇലക്കറികൾ കഴിച്ചു. അതിലുപരി ഞാൻ ഈ മാസം ഗർഭധാരണം പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതിനെപ്പറ്റി വല്ലാതെ ടെൻഷൻ ആവാൻ പോയില്ല. അൽഹംദുലില്ലാ, അടുത്ത മാസമാണ് സ്കാനിങ്. കുഴപ്പമില്ലാതിരിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. ഞാൻ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അടുത്ത കമന്റ് ഫൈഹാസ് PKL എന്ന ഐഡിയിൽ നിന്നും, അൽഹംദുലില്ലാ മാഷാ അല്ലാ, നമുക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി.
അൽഹംദുലില്ലാ ഒരു റിസ്ക്കും ഇല്ലാതെ മുന്നോട്ട് പോകാൻ എല്ലാവരും ദുആ ചെയ്യണം. അബൂ റിഫാസ്ക്കും അതുപോലെ അവരുടെ വൈഫ് ഹൈറുത്തക്കും നല്ലത് വരുത്തണം. അവരുടെ ജീവിതം ബർക്കത്തും ആഫിയത്തും കൊടുക്കണം. അല്ലാഹ് നമ്മെ പോലെ ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം പെട്ടെന്ന് തന്നെ അവരുടെ പ്രോബ്ലംസ് മാറി എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടണേ. നമ്മളും ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അടുത്ത കമന്റ് ഫെമിന മൻസൂർ എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ ഞാൻ 7 മാസമായി ഇക്കാന്റെ ചാനൽ കാണാൻ തുടങ്ങിയിട്ട് വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായി എനിക്ക് PCOD ഉണ്ടെന്ന്. ഞാൻ കറുവപ്പട്ട വെള്ളം കുടിച്ചു, കറുത്ത മുന്തിരി വെള്ളം കുടിച്ചു, നെച്ചിക്കാട് ബെയ്ത്തും ഇസ്തിഗ്ഫാറും മുടങ്ങാതെ ചൊല്ലി. 24-ലായിരുന്നു ഡേറ്റ്, 27 ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. ഇനി എല്ലാ കാര്യങ്ങളും റാഹത്താവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കാം. അടുത്ത കമന്റ് അഹാനാസ് ക്രിയേഷൻ എന്ന ഐഡിയിൽ നിന്നും അസ്സലാമു അലൈക്കും ഇക്ക, ഞാൻ ഇക്കയുടെ ചാനലിന്റെ തുടക്കം മുതലുള്ള സബ്സ്ക്രൈബറാണ്. എനിക്ക് PCOD കാരണം കൺസീവിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ ചാനലിലെ മിക്ക ടിപ്സും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്, അവയൊക്കെ എനിക്ക് ഹെൽപ്ഫുള്ളായി വന്നിട്ടുണ്ട്. അങ്ങനെ 2 വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവായി. അടുത്ത കമന്റ് നാസിഫ ഗഫൂർ എന്ന ഐഡിയിൽ നിന്നും ഹലോ അൽഹംദുലില്ലാ ഞാനും പ്രഗ്നന്റ് ആയി, PCOD ഉണ്ട്, പ്രാർത്ഥിക്കണം. ടിപ്സുകൾ ഫോളോ ചെയ്തു, ഗ്രാമ്പു വെള്ളം കുടിച്ചു, അയമോദക വെള്ളം, സീഡ് സൈക്ലിംഗ് ചെയ്തു, താങ്ക് യു. ഇത് നിലനിർത്തി തരാൻ പ്രാർത്ഥിക്കണം. 1 മാസം യോഗ ചെയ്തു, കൂടെ ഡയറ്റും. അടുത്ത കമന്റ് നിസാനാഥ എന്ന ഐഡിയിൽ നിന്നും അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാ ഞാനും ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. സ്കാനിങ് സാറ്റർഡേ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എനിക്ക് PCOD ഉണ്ടായിരുന്നു, ഒരു ട്യൂബ് ഇല്ലായിരുന്നു, വയസ്സ് 39. ഞാൻ ഇക്കയുടെ ടിപ്സുകൾ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. 2 വർഷമായിട്ട് ഒരു തവണ പോസിറ്റീവായി, അബോർഷനായി പോയി. എന്തായാലും ഇപ്പോഴും പോസിറ്റീവ് ആയിട്ടുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. എന്നെ പോലെ വിഷമിച്ച എല്ലാവർക്കും ആശ്വാസവും സമാധാനവുമായ ഈ ചാനലിലെ ഇക്കാക്കും പടച്ചവൻ ഹൈറും ബർക്കത്തും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അടുത്ത കമന്റ് നസ്രീൻ തോഹിർ എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ ഇക്ക എനിക്ക് പോസിറ്റീവായി. 1 ഇയർ മാരേജ് കഴിഞ്ഞിട്ട് എനിക്ക് PCOD ഉണ്ടായിരുന്നു. ഞാൻ ഈ ചാനലിലെ ടിപ്സുകൾ 4 മാസമായി ഫോളോ ചെയ്തിട്ട് നെച്ചിക്കാട് ബൈത്ത് ചൊല്ലിയിരുന്നു. ഉണക്കമുന്തിരി വെള്ളം, ബദാം വെള്ളം ഞാനും ഹസ്ബൻഡും കുടിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് 1 മാസമായി, ബുദ്ധിമുട്ടൊന്നുമില്ലാതെ മുന്നോട്ട് പോവാൻ ദുആ ചെയ്യണം. അടുത്ത കമന്റ് സജ്ന കെ എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ്. ആദ്യ ബേബിക്ക് 1 വയസ്സും 8 മാസവുമായി. ഇക്കാന്റെ വീഡിയോ കൂടുതൽ യൂസ്ഫുള്ളായി. 2 പ്രാവശ്യവും ഒരു കുഴപ്പവുമില്ലാതെ കിട്ടിയാൽ മതിയായിരുന്നു. പ്രത്യേകം ദുആ ചെയ്യണം. ഇക്ക ഫസ്റ്റ് ബേബി ആയത് 6 വർഷത്തിന് ശേഷമായിരുന്നു. എല്ലാവരും ദുആ ചെയ്യണം. അടുത്ത കമന്റ് ഷിഹാബ് എന്ന ഐഡിയിൽ നിന്നും ഹായ് ഇക്ക എനിക്ക് 8 വർഷത്തിന് ശേഷം പോസിറ്റീവ് റിസൾട്ട് കിട്ടി. ഇക്കാന്റെ ചാനൽ ഫോളോ ചെയ്യാറുണ്ട്. എൻ്റെ ഇക്കാക്ക് മോട്ടിലിറ്റി കുറവായിരുന്നു, പിന്നെ എനിക്ക് AMH കുറവായിരുന്നു. പറഞ്ഞതുപോലെ കറുത്ത ഉണക്കമുന്തിരി വെള്ളം കുടിക്കാറുണ്ടായിരുന്നു, പിന്നെ ഗ്രാമ്പു വെള്ളം കുടിച്ചു, അവോക്കാഡ കഴിച്ചിരുന്നു, പിന്നെ നാടൻ കോഴിമുട്ട കഴിച്ചിരുന്നു, കാലിൽ സോക്സ് ധരിച്ചിരുന്നു, കുൽഹു അല്ലാഹ് ഓതിയുള്ള നിസ്കാരം നിർവഹിച്ചിരുന്നു, പിന്നെ 7 ദിവസം നോമ്പ് പിടിച്ചിരുന്നു. ആദ്യം ഒന്ന് DNC ചെയ്തതാണ്, അതുകൊണ്ട് ഇത് നിലനിൽക്കാൻ ഇക്കാന്റെ പ്രത്യേക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അടുത്ത കമന്റ് സുഫൈല സുഫി എന്ന ഐഡിയിൽ നിന്നും ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തു, അൽഹംദുലില്ലാ പോസിറ്റീവാണ്. എൻ്റെ മോൾക്ക് 5 വയസ്സ് കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് ശരിയായില്ലായിരുന്നു. കഴിഞ്ഞ മാസം പീരിയഡ് ആയതിനു ശേഷം ഞാൻ ഈ ചാനൽ കാണുന്നത്. ജൂൺ 13 എൻ്റെ ഹസ്ബൻഡ് ദുബായിൽ പോയി. ഈ മാസം ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. ഇതിലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു, ഒപ്പം മെഡിസിനും കഴിച്ചിരുന്നു. ഗ്രാമ്പു വെള്ളം കുടിച്ചു. ഫസ്റ്റ് 3 ദിവസം തല നനച്ചില്ല. വെജിറ്റബിൾസ് ഒരുപാട് കഴിച്ചു. നെച്ചിക്കാട്ടിൽ ബെയ്ത്ത് ചൊല്ലിക്കൊണ്ടേയിരുന്നു. മറിയം സൂറത്ത് ഓതി വെള്ളം കുടിച്ചു. ഫാത്തിമ ബിയുടെ പേരിൽ യാസീൻ ഓതി. ലെഗപ്പ് വാൾ പൊസിഷനിൽ കിടന്നിരുന്നു. ബന്ധപ്പെടുമ്പോൾ തലയണ നടുവിന് താഴെ വെച്ചിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. അടുത്ത കമന്റ് സ്വാലിഹ VP എന്ന ഐഡിയിൽ നിന്നും എനിക്ക് ലോ AMH ആയിരുന്നു. ടിപ്സുകൾ ഫോളോ ചെയ്തു. നെച്ചിക്കാട് ബെയ്ത്ത് ചൊല്ലുകയും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിരുന്നു. ഉണക്കമുന്തിരി, ശതാവരി, വാൾനട്ട്, ഗ്രാമ്പു ഒക്കെ യൂസ് ചെയ്തു. ഫൈനലി ഐ കാൻ കൺസീവ് ആഫ്റ്റർ 8 years ഓഫ് മാരേജ്. അൽഹംദുലില്ലാ ഇപ്പോൾ 9 മാസമായി. എല്ലാം റാഹത്താവാൻ ദുആ ചെയ്യണം. ഈ ചാനലിന് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. അടുത്ത കമന്റ് സയാൻ ജസീർ എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ എനിക്കും പോസിറ്റീവായി. ഞാൻ 3 മാസമായി ഈ ചാനൽ ഫോളോ ചെയ്യുന്നു. എനിക്ക് PCOD ആയിരുന്നു. ഗ്രാമ്പു വെള്ളം കുടിച്ചു, നെച്ചിക്കാട്ട് ബെയ്ത്ത് ചൊല്ലി, യാസീൻ ഓതി, അസ്മാൽ ഹുസ്ന ചൊല്ലി, ആപ്പിൾ സിഡർ കുടിച്ചു, എക്സസൈസ് ചെയ്തു. ലാസ്റ്റ് പീരിയഡ് ഡേറ്റ് മെയ് 20 ഫോളിക്കുലാർ സ്റ്റഡി ജൂൺ 5 വരെ നടത്തി. പക്ഷേ ഓവുലേഷൻ നടക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. PCOD കൂടുതലാണെന്നും ഞാൻ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അന്ന് മുതലാണ് ഞാൻ എക്സസൈസും ആപ്പിൾ സിഡറും ഒക്കെ കുടിച്ചത്.
കഴിച്ചത്. റൈസ് ഫുഡും ഷുഗറും ഒക്കെ ഒഴിവാക്കിയിരുന്നു. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നമ്മുടെ ചാനലിലും ഗ്രൂപ്പിലും ഒക്കെ ഇങ്ങനെ ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു അത് നിലനിർത്തി കൊടുക്കട്ടെ. നല്ല ആരോഗ്യമുള്ള മക്കളെ നൽകി സന്തോഷം നൽകുമാറാവട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവർക്ക് ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സലാമത്ത് നൽകട്ടെ. ഇനിയും ഒരുപാട് പേർക്ക് ഇതേപോലെ ഗർഭിണിയായി എന്ന് സന്തോഷം പറയാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ. ഞാൻ ചുരുക്കുകയാണ്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ, അതായത് പെരുന്നാളിന് മുന്നെയായി 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുവാൻ ഞാൻ ഗ്രൂപ്പിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ഓതാൻ കഴിയുന്നവർ ഓതുക. റെഡിയുള്ളവർ താഴെ കമന്റിൽ അറിയിക്കുക. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ദുആയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, അഗ്സ്നി 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 യാ ഗിയാസുൽ മുസ്തഗീസീൻ യാ റബ്ബൽ ആലമീൻ, അഗ്സ്നി അഗ്സ്നി അഗ്സ്നി. അല്ലാഹു അക്ബർ. യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, അഗ്സ്നി 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 യാ ഗിയാസുൽ മുസ്തഗീസീൻ യാ റബ്ബൽ ആലമീൻ, അഗ്സ്നി അഗ്സ്നി അഗ്സ്നി. അല്ലാഹു അക്ബർ. ഇത് നിങ്ങൾ ഓരോ നിസ്കാര ശേഷവും 40 പ്രാവശ്യം ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടു കൂടി ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.